ഹായ് ഫ്രണ്ട്സ്, ഞാൻ സജി ശ്രീനന്ദനം. നമ്മൾ അടീനത്തിൻ്റെ കുറച്ച് വീഡിയോ കുറച്ച് മുമ്പായി, കുറച്ച് ലേറ്റായി പോകേണ്ടത് അടുത്ത് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറച്ച് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടീനൊക്കെ ഇപ്പോൾ മഴക്കാല സംരക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കുറച്ചൊന്ന് ലേറ്റായത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മഴ ഒന്ന് കഴിഞ്ഞാൽ പൂക്കൾ വരാൻ സാധ്യത ഉണ്ട് എന്തായാലും കൂടുതൽ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്, ചെടികൾ, ചെറിയ തൈകൾ, പല സാധനം ഗ്രാഫ്റ്റ് ചെയ്തത്. ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, പിന്നെ ഈ ചട്ടിയും ഇത് നമ്മളെ വെള്ളത്തിൻ്റെ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കുപ്പി കട്ട് ചെയ്തതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വളരുന്നതിനേക്കാൾ കൂടുതൽ കോഡക്സ് വലുതാവുന്നത് ഈ ഗ്ലാസ് ഇതിലാണ്. ഈ മിനറൽ ഫിൽറ്റർ വാട്ടറിൻ്റെ ആ കുപ്പിയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് അടി നല്ല നീർവാർച്ച വേണേ. പിന്നെ പറയാനുള്ളത്, ഇത് ഗ്രാഫ്റ്റ് ചെയ്ത പീസ് കോഡക്സ് വലുതാകാൻ കുറച്ച് സാധ്യത കുറവാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഈ ചെടി ഇത് കണ്ടില്ലേ, ഇത് ഒരു 3 മാസം പ്രായമായ തൈകളാണ്. അപ്പോൾ മഴക്കാലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വെച്ചതാണ്. ഇത് ഇങ്ങനെയുണ്ട്, ഇവിടെ ഉണ്ട് ഈ ഒരു സംഭവം. ഒന്ന് കാണിക്കുമോ? ഇതൊരു 1.5 മാസം ഒക്കെ പ്രായമായ സംഭവം. ഇതിലൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ, ഇത് വിത്ത് പാകുന്ന സമയത്ത് സാഫിൽ ഇടുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കേസായിരുന്നു. ഞാനിത് സാഫിൽ ഇടാതെ നട്ടാൽ, അപ്പോൾ അതിൻ്റെ ഒരു ഫംഗൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ രക്ഷിച്ചെടുക്കണം. പക്ഷേ ആ കാണുന്ന ആ ചെടിയൊക്കെ നല്ലോണം സാഫിലിട്ടതിന് ശേഷം ചെയ്തതാണ്. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ മഴയത്ത് ഞാൻ ഡയറക്റ്റ് മഴ കൊള്ളുന്ന ചെടി ഒരുപാടുണ്ടായിരുന്നു. പിന്നെ UV ഷീറ്റ്, ഇതിപ്പോൾ ഈ ഷീറ്റിൻ്റെ അടിയിലുള്ള ചെടിയുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും ഞാൻ ദിവസം ഡെയിലി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ചെടി അല്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ പോകാനുള്ളൊരു കാരണം ഇതെല്ലാം എനിക്ക് ഈ മഴയത്ത് പോയ സംഭവങ്ങളാണ്. ഇത് വെയിലത്താണ്, പിന്നെ ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്താണ്. പക്ഷേ അത് പോകാത്ത ചെടി വേറെ ഉണ്ടായിരുന്നു. ഇതിന് പോകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് എൻ്റേതല്ലാത്ത തൊട്ടടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പ്ലാവൊക്കെ. അപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് തുള്ളി വലിയ വെള്ളം വീണിട്ട് പോയ സാധനമാണ്. ഡയറക്റ്റ് എൻ്റെ ഏതൊരു കർഷകനും വെയിൽ ആവശ്യമാണ്. അപ്പോൾ അതില്ലാത്തതിൻ്റെയും ഈ സംഗമം കൊണ്ട് ഈ മുകളിൽ എനിക്ക് ഇത്രയും സ്പേസ് പോകുന്നുണ്ട്. ആ ഒരു സാധനത്തിൽ ഒരുപാട് ചെടി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയത് അത് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് സ്പേസൊക്കെ മാറ്റി വെച്ചു. പിന്നെ കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് ഒന്നും രക്ഷിക്കാൻ പറ്റില്ല, ഈ ചെടികളൊന്നും രക്ഷിക്കാൻ പറ്റില്ല. ഈ ഒരു സംഭവം ഇത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കണ്ടുപിടിച്ചാണ്. ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഈ ഭാഗം പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഒന്ന് ഉണക്കി വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്താൽ ഇവനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഈ സ്റ്റേജിൽ ഇവരെ ഒന്നും കണ്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു നഷ്ടമായിട്ടുണ്ട്. എന്തായാലും പിന്നെ ഒരു 2 മാസം കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഒരുപാട് ചെടികൾ ഗ്രാഫ്റ്റിങ് പീസൊക്കെ ഉണ്ട്, ചെയ്യണം. പിന്നെന്താ, പിന്നെ വേറെ വേണമെങ്കിൽ അത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ കൂടെ വെറുതെ വെച്ചത് മുളകിൻ്റെ ചെടി. ഈ മുളകിൻ്റെ ചെടി ഡയറക്റ്റ് വിത്ത് മുളച്ചതിന് ശേഷം മഴയത്തിട്ടാൽ ഇങ്ങനെ വരില്ല. ഇത് ഞാൻ ഇട്ടിട്ടൊരു 10 ദിവസമായിട്ടുള്ളൂ. അതായത് തൈ ഇട്ടോ, ചെറിയ തൈ, ഇത്രയുള്ള തൈ ഞാൻ ഈ UV ഷീറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ചാണകപ്പൊടി പൗഡറാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും വ്യത്യാസമുണ്ട്. ഈ സാധനം ഒരു 10 ദിവസം കൊണ്ട് ഇങ്ങനെ വളർന്നുണ്ട്. അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്യുന്ന സാധനമാണ്. പിന്നെ ചെറിയൊരു സാധനം വേറെ കാണിച്ചു തരാം. ഇത് നമ്മുടെ മുള്ളാത്തയുടെ വിത്ത്. മുള്ളാത്തയുടെ വിത്ത് അടിയന്തൻ്റെ കൂടെ പറയാലോ, എൻ്റെ ഉള്ള ചെടിയാണ്, അതുകൊണ്ട് പറയാം. മുള്ളാത്തയുടെ വിത്ത് മുളയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇതൊന്ന് പുതർത്തിയതിന് ശേഷം പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് അഴുകിയ ഇലകൾ മിക്സാക്കിയിട്ട് എയർ ടൈറ്റ് ആക്കി കെട്ടി വെച്ചു. അത് ഉള്ളിൽ നിന്ന് മുളച്ച് വരും. പിന്നെ അത് ഈ ബോട്ടിൽ ഇട്ടു. അങ്ങനെ ഉണ്ട്. കുറച്ച് തൈകളുണ്ട്. എവിടെയായിരുന്നു? കുറച്ച് തൈകൾ വേറെ ഉണ്ട് ഇവിടെ. ഈ സംഭവം ഇതെല്ലാം മുള്ളാത്തയുടെ തൈകളാണ്. ഇത് വേണേ നമുക്ക് ഗ്രാഫ്റ്റിങ് എല്ലാം ചെയ്യാം കേട്ടോ, അടീന മാത്രമല്ല. അപ്പോൾ ഇതൊക്കെ മുള്ളാത്തയുടെ ഈ സംഭവമാണ്. ഇത് ഗ്രാഫ്റ്റിങ്ങും ചെയ്യാം. പിന്നെ എൻ്റെ ചെടികളുടെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
ഇതൊക്കെയാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇത് സംഭവം. പിന്നെ ഒരു വലിയൊരു ചെടി, ഇതൊരു കമ്പ് മുളച്ചൊരു ചെടി. ഇത് എടുത്ത് സംഘടിപ്പിച്ചാണ്, നല്ല നല്ല മൂക്കുണ്ട്. അപ്പോൾ ഇത് മഴയത്തായതുകൊണ്ട് ഞാൻ പോട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ പൂക്കളിട്ടിട്ട് അടുത്ത വീഡിയോ കാണിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങൾ ചെയ്യാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സെയിൽ തൽക്കാലം തുടങ്ങിയിട്ടില്ല, സെയിൽ ഉടനെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ.